നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്ക് മുൻപിൻ പരിചയമേ ഇല്ലാത്ത ഒരാളെ അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളെ നമുക്ക് ദേഷ്യത്തോടു കൂടി നമ്മൾ കൈവയ്ക്കണമെന്നുണ്ടെങ്കിൽ 100 വട്ടം നമ്മൾ ആലോചിക്കും. ഒരുപക്ഷെ ഗതികേട് കൊണ്ടായിരിക്കും കൈവച്ചു പോകുന്നത്. അങ്ങനെ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നടന്നത്. ട്രെയിനിലെ ഒരു ബോഗിയിൽ തർക്കത്തോട് തർക്കമാണ്. ഒരു സ്ത്രീയും പുരുഷനുമാണ്. വലിയ പ്രായമൊന്നുമില്ല, 25-26 വയസ്സുള്ള ഒരു യുവാവുണ്ട്. ഒരു സ്ത്രീയും അവിടെ നിൽപ്പുണ്ട്. അവർക്കും ഒരു 32-34 വയസ്സ് മാത്രമേ പ്രായമുണ്ടാകൂ എന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ കയ്യിൽ ചെരുപ്പുണ്ട്. ചെരുപ്പ് കൊണ്ടാണ് ഈ യുവാവിനോട് അവർ സംസാരിക്കുന്നത് പോലും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ യുവാവ് ആ സ്ത്രീയോട് എന്തോ മോശമായി പെരുമാറി എന്നുള്ളത്. പ്രധാനമായും സീറ്റ് തർക്കമാണ് വിഷയം. സീറ്റ് തർക്കത്തെ തുടർന്നാണ് സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. ഇതിനൊടുവിൽ നടന്നതോ പൊരിഞ്ഞ കൂട്ടത്തല്ലും. ട്രെയിനിലെ കോച്ചിനുള്ളിൽ നിന്നുള്ള ഒരു തല്ലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു സ്ത്രീയും യുവാവും തമ്മിലുള്ള വാക്കുതർക്കം പരസ്യമായ അധിക്ഷേപത്തിലേക്കും കയ്യേറ്റത്തിലേക്കും മാറുന്നതാണ് ദൃശ്യം. ട്രെയിൻ കോച്ചിൽ സീറ്റ് പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. വീഡിയോയിൽ ഒരു സ്ത്രീ ദീർഘനേരം യുവാവുമായി ഉച്ചത്തിൽ തർക്കിക്കുന്നത് കാണാം. തർക്കം തുടരുമ്പോൾ ട്രെയിനിലെ മറ്റ് യാത്രക്കാർ സംസാരിക്കുന്നതും കാണാം. സ്ത്രീ കയ്യിലൊരു ചെരുപ്പുമെടുത്ത യുവാവിനെ അടിക്കുമെന്ന് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് സ്ത്രീ ജാതി അധിക്ഷേപം നടത്തുന്നതോടുകൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നത്. ചമാർ എന്ന് ആവർത്തിച്ച് വിളിച്ച് അധിക്ഷേപിക്കുന്നത് വ്യക്തമായി കേൾക്കാം. താനൊരു പണ്ഡിറ്റാണെന്നും തന്റെ കുടുംബത്തിന്റെ സാമൂഹിക നിലയെക്കുറിച്ചും സ്ത്രീ സംസാരിക്കുന്നത് വീഡിയോയിൽ കാണാം. തന്റെ മകൻ എഞ്ചിനീയർ ആണെന്നും ഭർത്താവ് സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണെന്നും പറയുന്നു. യുവാവിന്റെ ഭാര്യയെയും സംസാരത്തിലേക്ക് ഇവർ വലിച്ചിഴയ്ക്കുന്നുണ്ട്. തന്റെ മകൻ വരികയാണെങ്കിൽ എഞ്ചിനീയറിന്റെ കൈകൊണ്ട് അടികൊണ്ട് നിനക്ക് ചാകേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. നിന്നെക്കാളും സൗന്ദര്യമുള്ളവനാണ് എന്റെ മകനെന്നും നിന്നെക്കാളും തന്റെ ഇടമുള്ളയാളാണ് എന്റെ ഭർത്താവെന്നും അവർ ആവർത്തിച്ചു പറയുന്നു. തുടർന്ന് വഴക്ക് മൂത്തതോടുകൂടി ആ യുവാവ് പിന്നാലെ തിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. തിരിഞ്ഞ് സീറ്റിൽ പോയി ഇരിക്കുന്നത് കാണാം. എന്നാൽ വിടാതെ പിന്തുടർന്ന ആ യുവതി ആ യുവാവിന്റെ ഭാര്യയെ വളരെ മോശം വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു. ഇത് കേട്ട് സഹിക്കവയ്യാതെയാണ് യുവാവ് സ്ത്രീയെ പൊതുരെ തല്ലുന്നത്. യുവാവ് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് വീഡിയോയിലെ വ്യക്തമായി കാണാം. സ്ഥിതി ശാന്തമാക്കാൻ സ്വന്തം സീറ്റിൽ നിന്ന് മാറിപ്പോകാനും യുവാവ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിരന്തരമായ അധിക്ഷേപത്തിൽ പ്രകോപിതനായ യുവാവ് ഒടുവിൽ സ്ത്രീയുടെ മുഖത്ത് തുടരെ അടിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ സ്ത്രീയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി കമന്റുകൾ വരുന്നുണ്ട്. ആ സ്ത്രീ ഈ അടി ഇരന്ന് വാങ്ങിയതാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊതുവേ നമ്മൾ ഇത് കാണുന്നതാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ള നമ്മൾ മലയാളികൾ അടക്കമുള്ളവർ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സീറ്റിന് വേണ്ടിയുള്ള തർക്കങ്ങൾ അതിരൂക്ഷമായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവരോടുള്ള പെരുമാറ്റവും ഒക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ അവരുടെ പെരുമാറ്റവും കൂടി നോക്കുമ്പോൾ ഗതികെട്ട് ചെയ്തു പോയതാണ് എന്ന് പറയുന്നു. പക്ഷെ പലരും ശ്രദ്ധിക്കുക, ഗതികേട് കൊണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള കയ്യേറ്റത്തിലേക്ക് കടക്കണ്ട. കാരണം ഒരുപക്ഷെ അത് മറ്റു രീതിയിലേക്ക് ആകാം, ഒരുപക്ഷെ കൂട്ടത്തമ്മിത്തല്ലാകാം, അടിച്ചു കൊല്ലാനുള്ള സാധ്യത വളരെ ഉണ്ട്. അങ്ങനെ പല സംഭവ വികാസങ്ങളും നടക്കാനും ഉള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്.